ഹലോ ഗൈസ്. ഹലോ. അപ്പൊ നമ്മൾ എന്തിനാ വന്നിക്കണേ? ഇൻട്രൊഡക്ഷൻ. അതെ, സെൽഫ്. എല്ലാവർക്കും കുറെ സംശയങ്ങളുണ്ട്. കണ്ണേട്ടൻ എൻ്റെ ആരാണ്, ചേച്ചിൻ്റെ ആരാണ്, എല്ലാവർക്കും ആകെപ്പാടെ കൺഫ്യൂഷൻ. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിലർ പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയക്കലുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ, സിസ്റ്റേഴ്സാണോ, ബ്രദേഴ്സാണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനുള്ള ആൻസർ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ എന്നാ തുടങ്ങിക്കോളി. ചേച്ചി പറയട്ടെ. അതെ, പിന്നെ വേറൊരു കാര്യം, ഇത് എന്റെ കുട്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം പറയട്ടെ. അതെ, ഇത് ഇവളുടെ കുട്ടിയാണ്. ഹലോ. എനിക്ക് വേറെ 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ വലുതായി. മൂത്ത കുട്ടി +1, രണ്ടാമത്തെ കുട്ടി 9ാം ക്ലാസ്സിൽ. ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ്. പെർഫെക്റ്റ് ബിൽഡേഴ്സ് എന്നുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് 2 കുട്ടികളാണ്. ഞങ്ങൾ പിന്നെ പാർട്ട്നേഴ്സാണ്, സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഞങ്ങൾക്ക് 3 ഓഫീസുണ്ട്, തെങ്കര, തച്ചമ്പാറ, കടമ്പഴിപ്പുറം. അപ്പോൾ എനിക്ക് 2 കുട്ടികളാണ്, അത് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ മൂത്ത കുട്ടി 3ാം ക്ലാസ്സിലാണ്, ഇത് ചെറിയ കുട്ടിയാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 3 പേര് പാർട്ട്നേഴ്സാണ്. പിന്നെ 3 ഓഫീസുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത ആള് 1ാം ക്ലാസ്സിൽ, ചെറിയ ആള് 3 വയസ്സ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇപ്പോൾ പാർട്ട്നേഴ്സായിട്ട് ഓഫീസിലെ കാര്യങ്ങളും കേട്ട് അങ്ങനെ പോവുകയാണ്. 3 ആളും 3 വീട്ടിൽ നിന്ന് 3 ഇതിന്ന് വരുന്നവരാ. ഓഫീസിലെത്തുമ്പോൾ ഒക്കെ ഒന്നാവണമെന്നുള്ളൂ. അതെ ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കുന്ന ഇടയിൽ മഴ ഉണ്ട് പെയ്തു. അപ്പോൾ ഫ്രീ കിട്ടിയ കുട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കണ്ണേട്ടന്റെ ഫ്രീ കിട്ടിയ കുടയും കൂടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ. അല്ല അപ്പൊ എന്താ ചെയ്യാ? പിന്നെ എന്താ പറയാ, കുട്ടിക്ക് വെച്ചുകൊടുക്ക്. എന്റെ മുഖത്ത് പിന്നെ വടിയായി. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഇനിയിപ്പോ 2 സ്റ്റോറി പറഞ്ഞു. നിങ്ങൾ 2 എങ്ങനെ കണ്ടുമുട്ടി? ഞങ്ങള് 2 ഒരു 10 വർഷം മുന്നേ അല്ലേ, 10-11 വർഷം മുന്നേ എനിക്കൊരു ബോധോദയം ഉണ്ടായി. ക്യാഡ് പഠിക്കാൻ പോവാന്ന്. അപ്പോൾ അവിടുന്ന് ക്യാഡ് സെന്റർ പോയപ്പോൾ അങ്ങനെ എൻ്റെ ടീച്ചറാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ പരിചയപ്പെട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ക്യാഡ് പഠിച്ചു. അങ്ങനെ ചെറുതായിട്ട് ഇല്ല, ഓഫീസ് ഇട്ടു. അപ്പോഴേക്കും എന്റെ കാല് ഫ്രാക്ചർ ആയി. അപ്പൊ പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. പിന്നെ അങ്ങനെ വർക്കിന് പോലൊന്നും നടക്കില്ല. അപ്പോൾ ഇവര് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കയറാൻ വരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഇവരും അസ്ലം പറഞ്ഞിട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവർ 2 തുടങ്ങിയത്. അപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 12 എത്ര കൊല്ലായി? 11 കൊല്ലം കഴിഞ്ഞു. 11 കൊല്ലം കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ആകെ 3 കൊല്ലായിട്ടുള്ളൂ. ഇവള് വന്നതിന് ശേഷമാണ് 3 ഓഫീസ് ആയത് കേട്ടോ. മറ്റേ മാത്രം പോവായിരുന്നേ. ഞാന് ട്രെയിനിങ്ങിന് വന്നതാണ്. കോളേജിൽ നിന്ന് പഠിച്ചാനില്ലേ പിന്നെ അങ്ങനെ 2021 മുതല് 22 മുതല് പിന്നെ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് നേരെ ജോയിൻ ചെയ്തു. കുടുക്കി ഗൈസ്, കുടുക്കി. വെറുതെ അറിയാം. അല്ല, അത് നമ്മള് വയറിലും മറ്റേ ചേച്ചി പോയി. ഞാൻ പോലും ഒപ്പായി. ഉപേക്ഷിച്ചിട്ട് ഇല്ല, വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഉള്ള വരുമായിരുന്നു. ചേച്ചിക്ക് അപ്പത്തിന് എന്താ കാഞ്ഞപ്പോഴത്ത് ഓർച്ചറായിട്ട് കുറച്ച് ദിവസം ഒരു 6 മാസം വെള്ളം ഉപേക്ഷിച്ചു പോയി. അതെ, അതുകൊണ്ട് അവള് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടതാ ഇന്ന് അൽഹംദുലില്ലാ ഈ നിമിഷം വരെ ഒരുമിച്ചുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇത്ര ഉള്ളൂ. ഇതിലിനി എന്താ, എല്ലാവർക്കുള്ള സംശയം പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? അല്ല, ഇത് 2 കുട്ടികളെ അമ്മയാണ്. ഇത്ര പോകുന്ന 2 കുട്ടികൾ തന്നെ ഉണ്ട്. +2 പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഞാൻ ചെറിയ പയ്യനാണ്. പ്രായം കൊണ്ട് എന്റെ കുട്ടികൾ ചെറുതല്ലേ. കുട്ടികളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ, ചേച്ചി കണ്ണേട്ടന്റെ ടീച്ചർ, ഇപ്പൊ 2 എന്റെ ടീച്ചറായിട്ടും വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ ഞങ്ങളെ ഫുള്ള് ഭരിക്കണ ആളാണ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് പക്കാണ്, സെറ്റാണ്. ഇപ്പൊ
ഫാമിലി 3 പേരുടെയും ഓക്കെയാണ്, ഞങ്ങളും ഓക്കെയാണ്. എല്ലാരും എല്ലാത്തിനും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, മുന്നോട്ട് പോകുന്നു, നല്ല രീതിക്ക് പോകുന്നുണ്ട്, സെറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.